വിദർഭയിൽ ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിളിന്റെ 6 മക്കളിൽ ഒരാളായിട്ടാണ് കൽപ്പന ജനിച്ചത്. അച്ഛൻ ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ താമസവും പോലീസ് ക്വാർട്ടേഴ്സിൽ തന്നെ. സ്കൂളിൽ നന്നായിട്ട് പഠിക്കുമായിരുന്ന വളരെ ആക്റ്റീവായിരുന്ന കൽപ്പനയെ ക്വാർട്ടേഴ്സിലുള്ള മറ്റു കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരു താഴ്ന്ന ജാതിക്കാരിയാണെന്ന കാരണം പറഞ്ഞുകൊണ്ട് ക്വാർട്ടേഴ്സിലെ മറ്റു കുട്ടികളെ കൽപ്പനയുടെ കൂടെ കളിക്കുന്നതിൽ നിന്നും അവരുടെ രക്ഷിതാക്കൾ വിലക്കി തുടങ്ങി. അങ്ങനെ കൽപ്പനയുടെ വീട്ടിലേക്ക് അവർ വരാതായി. കൽപ്പന കൊടുക്കുന്ന ഭക്ഷണം അവർ കഴിക്കാതായി. കൂടെ കളിക്കാൻ ആളില്ലാതായി. സ്കൂളിലെ ടീച്ചർമാര് കൽപ്പനയെ മറ്റു കുട്ടികളിൽ നിന്നും മാറ്റിയിരുത്തി. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കി. പക്ഷെ അധിക കാലമൊന്നും കൽപ്പനയ്ക്ക് ഈ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നില്ല. കാരണം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൽപ്പന ആ ക്വാർട്ടേഴ്സ് വിട്ട് വിവാഹിതയായി മറ്റൊരു വീട്ടിലേക്ക് പോയി. ഒരുപാട് പ്രതീക്ഷയോടെ ആ വീട്ടിലേക്ക് കടന്നുപോയ ആ 12 വയസ്സുകാരിക്ക് പക്ഷെ നേരിടേണ്ടി വന്നത് 10 പേർക്കുള്ള ഭക്ഷണം പാകം ചെയ്യാനും വസ്ത്രങ്ങൾ വാഷ് ചെയ്യാനും വീട് ക്ലീൻ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ജോലിയായിരുന്നു. ഉപ്പ് കൂടിപ്പോയതിന്റെയും പഞ്ചസാര കുറഞ്ഞു പോയതിന്റെയും പേരിൽ അടിയും കുത്തും ചവിട്ടും സ്ഥിരമായിട്ട് അവൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ 6 മാസങ്ങൾക്ക് ശേഷം ആ പോലീസുകാരൻ അയാളുടെ മകളെ കാണാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് വന്നു. പക്ഷെ അയാൾക്ക് അവിടെ അവളെ കാണാൻ കഴിഞ്ഞില്ല. പകരം കണ്ടത് ജീവനുള്ളൊരു മൃതശരീരമായിരുന്നു. ആ സാഹചര്യം കണ്ട് സഹിക്കാൻ പറ്റാതെ അയാൾ മകളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയി. പക്ഷെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയവളെന്ന് പറഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും അവർക്കെതിരെ നെറ്റിച്ചുളിച്ചു. അച്ഛന് താനൊരു ഭാരമാകരുത് എന്ന് തീരുമാനിച്ച് കൽപ്പന തയ്യല് പഠിച്ചെടുത്ത് നാട്ടുകാർക്കായി ബ്ലൗസ് തയ്ച്ച് നൽകാൻ തുടങ്ങി. ഒരു ബ്ലൗസ് തയ്ക്കാൻ 10 രൂപ. പക്ഷെ നാട്ടുകാരുടെ വെറുപ്പും അധിക്ഷേപങ്ങളും ഒക്കെ ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ വന്നു. അവള് പോകുന്ന വഴികളിലെല്ലാം വഴിവക്കിൽ ആളുകൾ പരസ്പരം ചെവിയിൽ മന്ത്രിച്ചു. ജീവിക്കാൻ വളരെ പ്രയാസമാണെന്നും മരിക്കാൻ എളുപ്പമാണെന്നും അവൾക്ക് തോന്നി തുടങ്ങി. അങ്ങനെ അധികം താമസിയാതെ ഒരു ദിവസം അവൾ ഒരു വിഷക്കുപ്പി കയ്യിലെടുത്തു. പക്ഷെ കൽപ്പനയുടെ ആന്റി ഇത് കാണുകയും ഉടൻ തന്നെ അവളെ തൊട്ടടുത്തുള്ള ഒരു ലോക്കൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ സാധിക്കില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ ആ 24 മണിക്കൂറിനിടയിൽ നിരാശയുടെ പടുകുഴിയിലായിരുന്ന കൽപ്പന എന്ന ആ പെൺകുട്ടി മരിച്ചു. പകരം കരുത്തയായ ഉത്സാഹവതിയായ മറ്റൊരു പെൺകുട്ടി ജനിച്ചു. അത് കൽപ്പനയുടെ 2ാം ജന്മമായിരുന്നു. ജീവിതം തനിക്ക് നൽകിയ ഈ സെക്കൻഡ് ചാൻസിൽ ഇനി ഒരു സെക്കൻഡ് പോലും ദുഃഖിക്കില്ലെന്ന് ആ ടീനേജുകാരി പെൺകുട്ടി തീരുമാനിച്ചു. അങ്ങനെ രക്ഷിതാക്കളെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവൾ മുംബൈയിലേക്ക് വണ്ടി കയറി. അവിടെ അമ്മാവന്റെ കൂടെ താമസിച്ചുകൊണ്ട് ഫുൾ ടൈം ടൈലറിംഗ് ജോലി ചെയ്തു തുടങ്ങി. പിച്ച വെച്ച് പച്ച പിടിച്ച് തുടങ്ങുകയായിരുന്നു. പക്ഷേ പോലീസുകാരനായിരുന്ന അച്ഛന്റെ ജോലി നഷ്ടപ്പെട്ടതോടെ ജീവിതം വീണ്ടും ഒരു ചോദ്യചിഹ്നമായി അവളുടെ മുന്നിൽ വന്ന് വളഞ്ഞു നിന്നു. പക്ഷെ കൽപ്പന അപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് നിവർന്നു തന്നെ നിന്നു. അതുവരെ ചേർത്ത് വെച്ച എല്ലാ സമ്പാദ്യങ്ങളും കൂട്ടിപ്പിറക്കി 40 രൂപ മാസവാടകയ്ക്ക് ഒരു മുറിയെടുത്ത് അച്ഛനെയും 4 സഹോദരങ്ങളെയും ഒരുമിച്ച് താമസിപ്പിച്ച് വീണ്ടും അവളെ ജീവിതത്തോട് പടവെട്ടി തുടങ്ങി. സാമ്പത്തികമായിട്ട് വളരെ പ്രയാസമുള്ളൊരു കാലഘട്ടമായിരുന്നു അതെങ്കിലും കൽപ്പന സന്തോഷിച്ചു. തന്റെ സഹോദരങ്ങളും അച്ഛനും കുടുംബം എല്ലാവരും ഒരുമിച്ചുണ്ടല്ലോ എന്ന കാരണം കൊണ്ട്. പക്ഷെ ആ സന്തോഷം അധിക നാള് നീണ്ടുപോയില്ല. കൽപ്പനയുടെ ചെറിയ അനുജത്തിക്ക് ഒരു അസുഖം വന്നു. അത് ചികിത്സിക്കാനുള്ള പണം കണ്ടെത്താൻ സാധിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ആ അനുജത്തി അവർക്ക് എന്നേക്കുമായിട്ട് നഷ്ടമായി. പണമില്ലാത്തതിന്റെ പേരിൽ ജീവിതത്തിൽ ഒരിടത്തും താനിനി തോറ്റുപോകാൻ പാടില്ല എന്ന് കൽപ്പന തീരുമാനിച്ചു. അങ്ങനെ അന്നു മുതൽ ഓരോ ദിവസവും 16 മണിക്കൂർ വീതം അവർ ജോലി ചെയ്തു തുടങ്ങി. ആ ശീലം കൽപ്പന ഇന്നും ഉപേക്ഷിച്ചിട്ടില്ല. അതിനുശേഷം ബാങ്കുകളും ഗവൺമെന്റ് ഓഫീസുകളും കയറിയിറങ്ങി അവസാനം മഹാത്മാ ജ്യോതിഭായ് ഫൂലെ എന്ന സ്കീമിൽ ഒരു ലോണ് കൽപ്പന സംഘടിപ്പിച്ചെടുത്തു. ആ തുക കൊണ്ടൊരു ചെറിയ ഫർണിച്ചർ ബിസിനസ് ആരംഭിച്ചു. അപ്പോഴും തന്റെ തയ്യൽ ജോലി പാരലായിട്ട് കൊണ്ടു നടന്നു. അങ്ങനെ ജീവിതം പതുക്കെ പച്ച പിടിച്ചു തുടങ്ങി. അതിനിടയിൽ ഇതുപോലെ കഷ്ടപ്പെടുന്ന ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതുപോലെയുള്ള ഗവൺമെന്റ് സ്കീമുകളും ലോണുകളും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു NGOയും കൽപ്പന ആരംഭിച്ചു. അങ്ങനെ പതിയെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്ന് ബിസിനസ് വളർത്താനുള്ള കൂടുതൽ കാര്യങ്ങളിലൊക്കെ മുഴുകി 2 വർഷം കൊണ്ട് എടുത്ത ലോൺ മുഴുവൻ അടച്ചു തീർത്ത് കൽപ്പന ഇങ്ങനെ ബിസിനസ്സിൽ വളർന്നു വരികയാണ്. അതിനിടയിലാണ് നാട്ടിലൊരു വലിയ സ്ഥലം വിൽപ്പനക്ക് വെച്ചിരിക്കുന്ന കാര്യം കൽപ്പന അറിയുന്നത്. ആ സ്ഥലത്തിനൊരു വിവാദമുണ്ട്. ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന നിശ്ചയമില്ല. എങ്കിലും എങ്ങനെയൊക്കെയോ കാശ് സംഘടിപ്പിച്ച് ആ വലിയൊരു ലാൻഡ് കൽപ്പന സ്വന്തമാക്കി. അതിനുശേഷമുള്ള 2 വർഷം ആ സ്ഥലത്തിന്റെ മേലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഗവൺമെന്റ് ഓഫീസുകൾ കയറിയിറങ്ങി അവസാനം അത് ശരിയാക്കി കിട്ടി. അതിനുശേഷം ഒരു പാർട്ട്ണറിനെയും കൂടെ കൂട്ടി ആ സ്ഥലത്തൊരു ഫേർണിച്ചർ ആൻഡ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആരംഭിച്ചു. ബിസിനസ്സിലെ ഡീസൻസി കൊണ്ട് കൽപ്പനക്ക് നാട്ടിൽ നല്ലൊരു റെപ്യൂട്ടേഷൻ ഉണ്ടായി. അതിനിടയിലാണ് കമാനി ഇൻഡസ്ട്രീസിന്റെ പ്രതിനിധികൾ കൽപ്പനയെ കാണാൻ വരുന്നത്. കമാനി ഇൻഡസ്ട്രീസിന് 3 കമ്പനികളുണ്ട്. അതിൽ 2 എണ്ണം ഓൾറെഡി അടച്ചുപൂട്ടി. ഈ 3ാമത്തെ കമ്പനിയും അധികം താമസിയാതെ അടച്ചു പൂട്ടേണ്ടി വരും എന്നുള്ള സാഹചര്യത്തിലാണ് അവർ കൽപ്പനയെ കാണാൻ വരുന്നത്.
ആ കമ്പനിയിലെ യൂണിയനുകൾ തമ്മിലുള്ള പ്രശ്നം നടക്കുന്നു. കമ്പനിക്കെതിരെ 140-ലധികം കേസുകളുണ്ട്. കമ്പനി 116 കോടിയുടെ കടബാധ്യതയിലാണ്. പക്ഷെ എന്നിട്ടും കൽപ്പന ആ ദൗത്യം ഏറ്റെടുത്തു. ഒന്നാമത്തെ ഘട്ടം മുതൽ വർക്ക് ചെയ്തു തുടങ്ങി. ഓരോ മേഖലയിലും എക്സ്പേർട്ട് ആയിട്ടുള്ള 10 പേരെ ജോലിക്ക് നിയമിച്ചു. ഫൈനാൻസ് മിനിസ്റ്റർ നേരിട്ട് പോയിട്ട് കണ്ടു. കമ്പനി അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ദേശീയ നഷ്ടമാണെന്നുള്ളത് കൊണ്ട് ഈ 116 കോടിയിൽ എന്തെങ്കിലും ഒരു ഇളവ് അനുവദിച്ചു തരണമെന്ന് പറഞ്ഞു. അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്റർ അത് അനുവദിച്ചു കൊടുത്തു. അങ്ങനെ കൽപ്പനയുടെ നേതൃത്വത്തിൽ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരുന്ന കമ്പനിയെ മുന്നോട്ട് തുഴഞ്ഞു. 7 വർഷം കൊണ്ട് അടച്ചു തീർക്കണം എന്ന് പറഞ്ഞ ബാങ്ക് ലോൺ മുഴുവനായിട്ട് ഒരൊറ്റ വർഷം കൊണ്ട് കൽപ്പന അടച്ചു തീർത്തു. 3 വർഷം കൊണ്ട് കൊടുത്തു തീർക്കണം എന്ന് പറഞ്ഞ ജോലിക്കാരുടെ ശമ്പളം മുഴുവൻ 3 മാസങ്ങൾ കൊണ്ട് കൽപ്പന കൊടുത്തു തീർത്തു. അങ്ങനെ 2000-ൽ പ്രസിഡന്റായിട്ട് ഈ കമ്പനിയിലേക്ക് വന്ന കൽപ്പന 2006 ആകുമ്പോഴേക്ക് ഇതേ കമ്പനിയുടെ ചെയർമാനായിട്ട് മാറി. 2009-ൽ വാദ എന്ന സ്ഥലത്ത് 7 ഏക്കർ ലാൻഡിൽ ഒരു ഫാക്ടറി പണിത് ഈ കമ്പനിയെ അങ്ങോട്ട് പറിച്ചു നട്ടു. 2013-ൽ രാജ്യം പത്മശ്രീ നൽകി കൽപ്പനയെ ആദരിച്ചു. പത്മശ്രീ കൽപ്പന സരോജ്. വെറും ഒരു തയ്യൽ മെഷീൻ കൊണ്ട് കൽപ്പന തുന്നിച്ചേർത്തത് സ്വന്തം ജീവിതം മാത്രമല്ല, ജീവിതം മുന്നോട്ട് നീട്ടുന്ന പ്രതിസന്ധികളെ വെട്ടിമാറ്റാനുള്ള ഒരു പ്രചോദനം കൂടിയാണ്.